പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ഫോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ആയിട്ടുള്ള ഗ്രാഫ് എന്ന ഡേറ്റ സ്ട്രക്ചറിനെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. പ്രിയ വിദ്യാർത്ഥികളെ, പോയ ലെക്ചറിൽ നമ്മൾ എന്താണ് ഒരു ഗ്രാഫ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ലെക്ചർ നമ്പർ 29. സജഷൻ ബോക്സിൽ ഞാൻ ലെക്ചർ 29ൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രിയ വിദ്യാർത്ഥികളെ, ഗ്രാഫിനെ നമുക്ക് പെയർ ഓഫ് സെറ്റുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഓർഡേർഡ് പെയർ ഓഫ് സെറ്റുകളാണ്. ആ സെറ്റിനകത്ത് ഏതൊക്കെ എലമെൻറ്റുകളാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർട്ടിസസിൻ്റെയും എഡ്ജസിൻ്റെയും ഒരു കളക്ഷനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഗ്രാഫുകളുടെ ടെക്നിക്കലായിട്ടുള്ള ടേമുകളും എന്തൊക്കെ ടൈപ്പിലുള്ള ഗ്രാഫുകളുണ്ട് എന്നുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പ്രിയ വിദ്യാർത്ഥികൾ, നമ്മൾ ഗ്രാഫിനെ കുറിച്ച് നോക്കുകയാണ് എങ്കിൽ ഗ്രാഫുകളെ രണ്ട് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. രണ്ട് രീതികൾ ഇതൊക്കെയാണ്: ഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ടാവും, അൺഡയറക്റ്റഡ് ഗ്രാഫ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഗ്രാഫുകളെ വളരെ കോമൺ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുക. സോ ഗ്രാഫുകളെ പല രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, പക്ഷേ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളെ കുറിച്ച് മാത്രമാണ് ഈ ലെക്ചറിൽ ഫോക്കസ് ചെയ്യുന്നത്. ആ രണ്ട് മെത്തേഡുകൾ ഇതൊക്കെയാണ്: അഡ്ജസൻസി മെട്രിക്സും അഡ്ജസൻസി ലിസ്റ്റും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ രണ്ട് മെത്തേഡുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. പ്രിയ വിദ്യാർത്ഥികൾ, ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ആദ്യത്തെ മെത്തേഡിലേക്ക് പോവുകയാണ്: അഡ്ജസൻസി മെട്രിക്സ്. തന്നിരിക്കുന്ന ഒരു ഗ്രാഫിനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അഡ്ജസൻസി മെട്രിക്സിനെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് അഡ്ജസൻസി മെട്രിക്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പൂർണ്ണമായിട്ടും നമ്പർ ഓഫ് വേർട്ടീസസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ മെട്രിക്സിൻ്റെ ഡയമെൻഷൻസിനെ നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 4 വേർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫാണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക 4x4, 4x4 മെട്രിക്സിനെ ആയിരിക്കും യൂസ് ചെയ്യുക. 3 വേർട്ടീസസ് ഉള്ളൊരു ഗ്രാഫാണെങ്കിൽ 3x3 മെട്രിക്സ് ആയിരിക്കും യൂസ് ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് അഡ്ജസൻസി മെട്രിക്സിൻ്റെ സഹായത്തോടുകൂടി ഒരു ഗ്രാഫിനെ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ പ്ലോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക എന്നതിനെക്കുറിച്ച് നോക്കിയാൽ, ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് അൺഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിനെയാണ് ഇവിടെ നോക്കിയിരിക്കുന്നത്. അൺഡയറക്റ്റഡ് ആണ്, ഡയറക്ഷൻസ് ഒന്നുമില്ല. വെർട്ടിസസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എഡ്ജുകൾക്ക് യാതൊരു ഡയറക്ഷൻസും നമുക്കിവിടെ കാണാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയുള്ള 5 എലമെൻറ്റുകളുള്ള, അതായത് 5 വേർട്ടെക്സുകളുള്ള ഒരു ഗ്രാഫിനെ നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നു. ഈ ഗ്രാഫിനെ മെട്രിക്സിലേക്ക് ഞാൻ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, എത്ര വേർട്ടിസസ് ഉണ്ടോ ആ വേർട്ടിസസ് ഇവിടെ നോക്കിയാൽ 5 വേർട്ടിസസ് ഉണ്ട്. അതുകൊണ്ട് 5x5 മെട്രിക്സിനെ ആയിരിക്കും എടുക്കുക. റോയിലും കോളത്തിലും ആ ഓരോ വേർട്ടെക്സ് വാല്യൂസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. റോ വൈസ് ഉള്ളതിന് ABCDE എന്ന് കൊടുക്കുന്നു. അതേപോലെ തന്നെ കോളം വൈസും ABCDE എന്നുള്ള റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്തു. അടുത്തതായി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ മെട്രിക്സിലെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് A എന്ന് പറയുന്ന വെർട്ടെക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ A എന്ന് പറയുന്ന വേർട്ടെക്സിനെ ഞാൻ എവിടെ കൺസിഡർ ചെയ്യുക? ഗ്രാഫിനകത്ത് കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ A എന്ന് പറയുന്ന വേർട്ടെക്സ് മറ്റ് ഏതൊക്കെ വേർട്ടെക്സുകളുമായിട്ടാണ് ഇവിടെ എഡ്ജുകളുള്ളത് എന്ന് ഗ്രാഫിലൂടെ മനസ്സിലാക്കുക. ഞാൻ നോക്കിയപ്പോൾ A എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് B എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കും E എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കും എഡ്ജസിനെ നമുക്ക് കാണാം. അങ്ങനെയാണ് എങ്കിൽ മെട്രിക്സിനകത്തെ കോളത്തിലെ B എന്ന് പറയുന്ന കോളത്തിൻ്റെ അവിടെയും E എന്ന് പറയുന്ന കോളത്തിലേക്കും, ഫസ്റ്റ് റോയിലെ A എന്ന് പറയുന്ന ആദ്യത്തെ റോയിലെ B എന്ന കോളത്തിൻ്റെ അടുത്തും E എന്ന കോളത്തിൻ്റെ അടുത്തും 1നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ബാക്കി ഒരു വെർട്ടെക്സുമായിട്ടും എക്ക് എഡ്ജുകൾ അല്ലെങ്കിൽ കണക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് റിമൈനിങ് ആയിട്ടുള്ള എല്ലാ കോളങ്ങളിലും A എന്ന് പറയുന്ന റോയിലെ ബാക്കി എല്ലാ കോളങ്ങളിലും 0 വാല്യൂസിനെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. സോ നമ്മൾ അഡ്ജസൻസി മെട്രിക്സിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഡേറ്റാസിനെ റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേർട്ടെക്സിനെ റോ വൈസ് കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് എടുക്കുന്ന B എന്ന് പറയുന്ന വെർട്ടെക്സിനെ ആണ് എങ്കിൽ സെക്കൻഡ് റോയിലാണ് B എന്ന് പറയുന്ന വെർട്ടെക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കോളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ വെർട്ടെക്സുകളുമായിട്ടാണ് എഡ്ജസ് ഉള്ളത്, അങ്ങനെ എഡ്ജുകളുള്ള അടുത്തേക്ക് എഡ്ജുകളുള്ള അടുത്തേക്ക് 1 എന്ന് പറയുന്ന വാല്യൂവിനെ ഇനിഷ്യലൈസ് ചെയ്യുക. റിമൈനിങ് ആയിട്ടുള്ള പ്ലേസുകളിൽ സീറോസിനെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ B എന്ന് പറയുന്ന വെർട്ടെക്സിന് Aയുമായിട്ട് ബന്ധമുണ്ട്, Cയുമായിട്ട് ബന്ധമുണ്ട്, Dയുമായിട്ടും ബന്ധമുണ്ട്. മാത്രവുമല്ല B എന്ന് പറയുന്ന വെർട്ടെക്സിൽ നമുക്കൊരു സെൽഫ് ലൂപ്പിനെയും കാണാൻ പറ്റും. ഒരു ലൂപ്പിനെയും കൂടെ ഇവിടെ കാണാം. Bയിൽ നിന്ന് തുടങ്ങി Bയിലേക്ക് തന്നെ വരുന്ന ഒരു ലൂപ്പിനെയും കൂടെ നമുക്ക് കാണാം. അതുകൊണ്ട് Bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലും റോയിലും നമുക്ക് എന്ത് വേണം? ഇവിടെ എഡ്ജ് ഉണ്ട് എന്ന റെപ്രസെൻറ്റേഷനും കൂടെ കൊടുക്കണം. അതുകൊണ്ടാണ് B എന്ന് പറയുന്ന റോയിൽ ആദ്യത്തെ 4 എലമെൻറ്റുകളെ നമ്മൾ 1 എന്നും E എന്ന് പറയുന്ന വെർട്ടെക്സുമായിട്ട് ഇവിടെ ഒരു എഡ്ജ് ഇല്ലാത്തത് കൊണ്ട് 0 എന്നും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു.
പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെ നമുക്ക് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രാഫിലെ ഓരോ വെർട്ടെക്സിനെയും മെട്രിക്സിലേക്ക് പ്ലോട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എഡ്ജുകൾ ഉണ്ട് എങ്കിൽ ആ എഡ്ജുകളുള്ള സ്ഥലത്ത് 1 എന്ന് കൊടുക്കുക. റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള സ്പേസുകളിൽ 0 എന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് അൺഡയറക്റ്റഡ് ആയിട്ടുള്ള ഏതൊരു ഗ്രാഫിനെയും നമുക്ക് അഡ്ജസൻസി മെട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഒരു ഡയറക്റ്റഡ് ഗ്രാഫിനെ അഡ്ജസൻസി മെട്രിക്സിൽ പ്ലേസ് ചെയ്യുക എന്നതാണ്. സോ ഇവിടെ ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ ഡയറക്റ്റഡ് ഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വെർട്ടെക്സിനും ഡയറക്റ്റഡ് ആയിട്ടുള്ള എഡ്ജസിനെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻസ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. നേരത്തെ നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫിൽ കണ്ടതുപോലെയല്ല, മറിച്ച് എ എന്ന് പറയുന്ന ആദ്യത്തെ വേർട്ടെക്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എയിൽ നിന്ന് ഔട്ട് ഗോയിങ് എഡ്ജസ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എയിൽ നിന്നുള്ള ഔട്ട് ഗോയിങ് എഡ്ജസിനെ കൺസിഡർ ചെയ്യുക. ഇവിടെ നോക്കിയാൽ എയിൽ നിന്ന് ബിയിലേക്കും ഇയിലേക്കും ഔട്ട് ഗോയിങ് എഡ്ജസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് റോയിലെ എ എന്ന് പറയുന്ന ആദ്യത്തെ റോയിലെ ബി എന്ന കോളത്തിൻ്റെ അടുത്തും ഇ എന്ന കോളത്തിൻ്റെ അടുത്തും നമുക്ക് 1നെ റെപ്രസെൻറ്റ് ചെയ്യാം. റിമൈനിങ് ആയിട്ടുള്ളിടത്തെല്ലാം എന്ത് ചെയ്യാം? 0യെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻ എ സിമിലർ വേ ബി എന്ന് പറയുന്ന വേർട്ടെക്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബിയിൽ നിന്ന് ഔട്ട് ഗോയിങ് എഡ്ജസ് ഉള്ളത് സിയിലേക്കും ഡിയിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് റോ ആയിട്ടുള്ള ബിയുടെ റോയിലെ സി കോളത്തിലും ഡി കോളത്തിലും മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? 1 എന്ന് പറയുന്ന ഡേറ്റ റെപ്രസെൻറ്റേഷൻ കൊടുക്കത്തുള്ളൂ. എയിൽ നിന്ന് ബിയിലേക്കുള്ളത് ഒരു ഇൻകമ്മിങ് എഡ്ജ് ആയതുകൊണ്ട്, ബിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകമ്മിങ് എഡ്ജ് ആയതുകൊണ്ട് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള റെപ്രസെൻറ്റേഷനെ നമ്മൾ 0 എന്നായിരിക്കും ഇവിടെ മെൻഷൻ ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെ നമുക്ക് ഗ്രാഫിലെ ഓരോ വെർട്ടെക്സിനെയും എഡ്ജ് വൈസ് നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസൻസി മെട്രിക്സിൻ്റെ സഹായത്തോടു കൂടി കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രിയ വിദ്യാർത്ഥികളെ, ഇനി നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഒരു വെയ്റ്റഡ് ഗ്രാഫ് ആയിരുന്നുവെങ്കിൽ ആ വെയ്റ്റഡ് ഗ്രാഫിനെ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നതാണ്. സോ വെയ്റ്റഡ് ഗ്രാഫ് ആണ് എങ്കിൽ അതൊരു അൺഡയറക്റ്റഡ് ആയിട്ടുള്ള വെയ്റ്റഡ് ഗ്രാഫിനെയാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ അൺഡയറക്റ്റഡ് ആയിട്ടുള്ള വെയ്റ്റഡ് ഗ്രാഫിനെ എങ്ങനെയാണ് മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട് എങ്കിൽ നമ്മൾ 1 എന്ന റെപ്രസെൻറ്റേഷനാണ് നമ്മളവിടെ കൊടുത്തത്. 1 എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷന് പകരം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എഡ്ജിൻ്റെ വെയ്റ്റഡ് വാല്യൂ എത്രയാണോ ആ വെയ്റ്റഡ് വാല്യൂവിനെ വേണം എന്ത് ചെയ്യാൻ? മെട്രിക്സിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. സോ എ എന്ന് പറയുന്ന റോയിലെ ബി എന്ന് പറയുന്ന കോളത്തിനകത്ത് എഡ്ജ് വാല്യൂ ആയിട്ടുള്ള 4നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. എയിൽ നിന്ന് ഇയിലേക്ക് നമുക്കൊരു എഡ്ജ് കാണാം. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന റോയിലെ ഇ എന്ന് പറയുന്ന കോളം സ്പേസിൽ നമ്മൾ കൊടുക്കേണ്ടത് 7 എന്ന് പറയുന്ന ആ എഡ്ജിൻ്റെ വെയ്റ്റിനെ ആയിരിക്കും. സോ ഇതേപോലെ ഓരോ വെർട്ടെക്സുകളെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഏതൊക്കെ വെർട്ടെക്സുകളിലേക്കാണ് അതിന് എഡ്ജുകളുള്ളത്, ആ എഡ്ജിൻ്റെ വെയ്റ്റ് എത്രയാണോ വെയ്റ്റിനെ വേണം നമ്മൾ അഡ്ജസൻസി മെട്രിക്സിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസൻസി മെട്രിക്സിൻ്റെ സഹായത്തോടു കൂടി വെയ്റ്റഡ് ഗ്രാഫിനെയും ഡയറക്റ്റഡ് ഗ്രാഫിനെയും അൺഡയറക്റ്റഡ് ഗ്രാഫിനെയും കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ അറിയേണ്ടത് രണ്ടാമതായിട്ടുള്ള അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഈ ഒരു ഗ്രാഫിനെ പ്ലോട്ട് ചെയ്യാം. സോ അഡ്ജസൻസി ലിസ്റ്റ് ആ പേരിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റുകളുടെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുക. സോ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ഗ്രാഫിനെയാണ്, അൺഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിനെ ഞാൻ ഇവിടെ എടുക്കുന്നു. ഈ ഗ്രാഫിനെ എങ്ങനെയായിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൺസിഡർ ചെയ്യുക എ എന്ന് പറയുന്ന ഒരു ഡേറ്റ നോഡിനെ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു നോഡിൻ്റെ സഹായത്തോടെയാണ്. നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന് പഠിക്കുമ്പോൾ ലിങ്ക് ലിസ്റ്റിനകത്ത് ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത് ഒരു നോഡിനകത്താണ് എന്ന് നമ്മൾ പറയും. ആ നോഡിനകത്ത് 2 പോർഷൻസ് മിനിമം ഉണ്ടാവും. സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണ് എങ്കിൽ നോഡിനകത്ത് നമ്മൾ കാണുന്ന റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ആദ്യം ഡേറ്റയെ സൂക്ഷിക്കാൻ ഒരു സ്പേസും പിന്നീട് അടുത്ത ഡേറ്റയിലേക്ക് ലൊക്കേഷൻസ് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പോയിൻ്ററിനെയും നമുക്ക് കാണാം. സോ ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന ഒരു ഡേറ്റയെ ഒരു നോഡിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇൻ എ സിമിലർ വേ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 പർട്ടിക്കുലർ ആയിട്ടുള്ള വേർട്ടെക്സുകൾക്കും ഞാൻ നോഡുകളെ ഇവിടെ കൊടുത്തു. സോ ഇതൊരു ടേബിൾ വൈസ് പോലെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന ഗ്രാഫിലെ ആദ്യത്തെ വേർട്ടെക്സിനെ എടുക്കുകയാണെങ്കിൽ എയിൽ നിന്ന് നമുക്ക് ഏതൊക്കെ വെർട്ടെക്സുകളിലേക്കാണ് ബന്ധമുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ നമ്മൾ ഗ്രാഫിൽ നോക്കിയാൽ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്കൊരു എഡ്ജ് കാണാം. അതുകൊണ്ട് ലിങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ നോഡായിട്ടുള്ള എയിൽ നിന്ന് ബി എന്ന് പറയുന്ന വേർട്ടെക്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി കണക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് എയിൽ നിന്ന് തന്നെ ഇയിലേക്കുമുണ്ട്. ഇയിലേക്കും കൂടെ ഒരു ലിങ്ക് ഉള്ളതുകൊണ്ട്
എ ടു ഇ എന്ന് പറയുന്ന ലിങ്ക് അല്ല ഇവിടെ ഞാൻ കണക്ട് ചെയ്യുക, പകരം ബി ടു ഇ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുക. സോ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇതിനെ വായിക്കേണ്ടത് ഇങ്ങനെയാണ്. എ എന്ന് പറയുന്ന വേർട്ടെക്സിനെ എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന വേർട്ടെക്സിന് ബിയിലേക്കും ഇയിലേക്കും കണക്ഷൻസ് നമുക്ക് കാണാം. സോ തിരിഞ്ഞു പോരുത്. ഈ ഒരു ലിസ്റ്റ് കാണുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലിങ്ക് ഉണ്ട്, ബിയിൽ നിന്ന് ഇയിലേക്ക് ഒരു ലിങ്ക് ഉണ്ട് എന്നല്ല അതിൻ്റെ മീനിങ്. മറിച്ച് എ എന്ന് പറയുന്ന നോഡിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേർട്ടെക്സിനെ എടുക്കുകയാണെങ്കിൽ, ആ വെർട്ടെക്സിൽ നിന്ന് ബിയിലേക്കും ഇയിലേക്കും നമുക്ക് ഡേറ്റാ ലിങ്കുകളെ കാണാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇൻ എ സിമിലർ വേ ബിയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന വേർട്ടെക്സിന് സിയിലേക്കും ഡിയിലേക്കും എയിലേക്കും നമുക്കൊരു എഡ്ജുകളെ കാണാം. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ നോഡായിട്ടുള്ള ബിയിൽ നിന്ന് എ ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട് എന്ന 3 നോഡ് റെപ്രസെൻറ്റേഷൻസിനെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ സി ഡി ഇ എന്ന് പറയുന്ന 3 പർട്ടിക്കുലർ ആയിട്ടുള്ള വേർട്ടെക്സുകളെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസൻസി ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി, ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി മെമ്മറിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ഇത് നമ്മൾ പറഞ്ഞത് അൺഡയറക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫിനെ കുറിച്ചാണ്. ഇനി നമ്മളൊരു ഡയറക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നമുക്കറിയാം ഡയറക്റ്റഡ് ഗ്രാഫാണ് എങ്കിൽ ഓരോ എഡ്ജസിനും ഡയറക്ഷൻസ് നമുക്ക് കാണാം. അങ്ങനെ ഡയറക്ഷൻസ് ഉള്ള എഡ്ജുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ട, നേരത്തെ നമ്മൾ എങ്ങനെയാണോ എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 വെർട്ടെക്സുകളെയും ലിസ്റ്റിനകത്ത് റെപ്രസെൻറ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ് ഓരോ നോഡിനകത്തും ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡേറ്റ വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ആദ്യത്തെ നോഡായിട്ടുള്ള എ എടുക്കുകയാണെങ്കിൽ എയിൽ നിന്ന് നമുക്ക് 2 ഔട്ട് ഗോയിങ് എഡ്ജസിനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ലിങ്ക് ലിസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കും ഇയിലേക്കും നമുക്കൊരു റെപ്രസെൻറ്റേഷനെ കാണാം. ഇനി ബി എന്ന് പറയുന്ന നോഡിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, ബിയിൽ നിന്ന് പോകുന്ന എഡ്ജുകൾ, ഔട്ട് ഗോയിങ് എഡ്ജസ് സിയും ഡിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബിയിൽ നിന്ന് പോകുന്നത് സിയിലേക്കും ഡിയിലേക്കുമായിരിക്കും. സി എന്ന് പറയുന്ന നോഡിനെ എടുത്തു കഴിഞ്ഞാൽ സിയിൽ നിന്ന് ഔട്ട് ഗോയിങ് എഡ്ജ് ഡിയിലേക്ക് മാത്രമാണ്. ഡി എന്ന നോഡിനെ എടുത്തു കഴിഞ്ഞാൽ ഡി എന്ന നോഡിന് ഒരു ഔട്ട് ഗോയിങ് എഡ്ജ് പോലുമില്ല. എല്ലാ എഡ്ജുകളും ഇൻകമിങ് എഡ്ജാണ്. അതുകൊണ്ട് ഡി എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള വേർട്ടെക്സിന് 0 ഔട്ട് ഗോയിങ് എഡ്ജസ് ആയതുകൊണ്ട് നിൽ എന്ന റെപ്രസെൻറ്റേഷനോട് കൊടുക്കുന്നു. ആൻഡ് അവസാനത്തെ റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള ഇയിലേക്ക് നോക്കിയാൽ ഇ ടു ഡി എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉള്ളതുകൊണ്ട്, ഔട്ട് ഗോയിങ് എഡ്ജ് ഉള്ളതുകൊണ്ട് ഇയിൽ നിന്ന് ഡിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡേറ്റ നോഡുണ്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഗ്രാഫിനെ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷനിൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചറിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രാഫിനെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും ആ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, മറ്റൊരു ലെക്ചറുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.